If you read the Bible, you will come across a man called Zacchaeus. നിങ്ങൾ വേദപുസ്തകം വായിക്കുമെങ്കിൽ സക്കായി എന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ കാണാം. We read about him in the Luke 19th chapter. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം അവനെക്കുറിച്ച് വായിക്കുന്നു. He was not a man who had the partnership with Jesus. അവന് യേശുവുമായി ബന്ധമുള്ള ഒരു മനുഷ്യൻ ആയിരുന്നില്ല. He was after money all the time. എല്ലായ്പ്പോഴും അവൻ പണത്തിന്റെ പിന്നാലെ ആയിരുന്നു. He was collecting tax from the people. ജനങ്ങളിൽ നിന്നും അവൻ നികുതി വാങ്ങിക്കൊണ്ടിരുന്നു. So he was worried about money. അവന് എല്ലായ്പ്പോഴും പണം 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 എന്നതിനെക്കുറിച്ച് ഭാരപ്പെട്ടിരുന്നു. He cannot be a partner with Jesus. അവന് യേശുവുമായി പങ്കാളിയായിരിക്കാൻ കഴിയുകയില്ല. But he had one thing. എന്നാൽ അവന് ഒന്നുണ്ടായിരുന്നു. He was, as Jesus was passing through the place where he was living, that is Jericho. അവൻ ജീവിച്ചിരുന്ന സ്ഥലത്ത് എരിഹോവിലൂടെ യേശു ഒരു ദിവസം കടന്നു പോകുമ്പോൾ Somebody said he is passing through this way. ആരോ അവനോട് പറഞ്ഞു യേശു ഇതിലൂടെ കടന്നു പോകുന്നു. Jesus is going this way. യേശു ഈ വഴിയിലൂടെ കടന്നു പോകുന്നു. All the people were there. എല്ലാ ആളുകളും അവിടെയുണ്ട്. It was a great crowd. ഒരു വലിയ ജനാവലി അവിടെ ഉണ്ടായിരുന്നു. He was a short man. അവൻ കുറിയ മനുഷ്യനായിരുന്നു. You know all the story. നിങ്ങൾക്ക് കഥ അറിയാമല്ലോ. He could not see him at all. അവന് യേശുവിനെ കാണാൻ കഴിയുന്നില്ല. He climbed up a sycamore tree. അതുകൊണ്ട് അവൻ ഒരു കാട്ടത്തിന്റെ മുകളിൽ കയറി. From there he wanted to see him. അവിടെ നിന്നും യേശുവിനെ കാണാൻ താല്പര്യപ്പെട്ടു. The beautiful thing is there only. അവിടെ അവന് മനോഹരമായ സംഗീതം കാണുന്നു. He wanted to see Jesus. അവന് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടായി. Just to see him. യേശുവിനെ കാണാൻ മാത്രം. God knows the heart of everyone. എല്ലാ ആളുകളുടെയും ഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തിന് അറിയാം. 1 Samuel chapter 16 verse 7. 1 ശമൂവേൽ 16-ാം അധ്യായം 7-ാം വാക്യം. Psalm 139:23. സങ്കീർത്തനം 139:23. In these verses we read that God knows your innermost heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ ദൈവം അറിയുന്നു എന്ന ഈ രണ്ട് വാക്യങ്ങളിലും തിരുവചനം പറയുന്നു. What is the desire you have? നിങ്ങൾക്കുള്ള ആഗ്രഹം എന്താകുന്നു? How to have Jesus as your partner? എങ്ങനെയാണ് യേശുവിനെ നിങ്ങളുടെ പങ്കാളി ആക്കുക? This man said, ഈ മനുഷ്യൻ പറഞ്ഞു, I just want to see him, that's all. എനിക്ക് യേശുവിനെ കാണണം, അതുമാത്രം. Many of you might have come with that thirst only. നിങ്ങൾ അനേകർ അങ്ങനെ ഒരു ഹൃദയദാഹത്തോടു കൂടി ആയിരിക്കാം വന്നിരിക്കുന്നത്. To see Stella Dinakaran. സ്റ്റെല്ല ദിനകരനെ കാണാനായി. And get prayed for by her. അവര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനായി. That is enough. അത് മതി. I'll be blessed. ഞാൻ അനുഗ്രഹിക്കപ്പെടും. No. ഇല്ലില്ല. This man had only one thirst. ഈ മനുഷ്യന് ഒരു ദാഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. But Jesus said, ഞാൻ യേശുവിനെ കാണണം. he had some thirst. ഇതാ ഇവിടെ ഒരു ദാഹമുണ്ട്. Little thing. അവന് ഒരു ദാഹമുണ്ട്. Little thing. ഒരു ചെറിയ സംഗതി. Just a dot like thing. അവന് ഒരു ഹൃദയംഗമായ ഒരു ആഗ്രഹം. But I am going to bless him abundantly. എന്നാൽ ഞാൻ അവനെ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ പോകുന്നു. That is the heart of Jesus Christ. അതാണ് യേശുവിന്റെ ഹൃദയം. He wants to give you all the blessings you need in your നിങ്ങൾക്ക് life. ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. He came just under the tree. അവൻ ആ മരത്തിന് ചുവട്ടിലായിരുന്നു. And not only that, അത് മാത്രമല്ല, he called him by his name. അവന്റെ പേർ ചൊല്ലി അവനെ വിളിച്ചു. Today, my precious brothers and sisters, ഇന്ന് എന്റെ വിലയേറിയ സഹോദരി God is സഹോദരന്മാരെ, here. ദൈവം ഇവിടെയുണ്ട്. Wherever 2 or 3 are gathered in my name, there am I in their midst. That's what the promise of God. ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്നു, 2 or 3 പേർ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുമ്പോൾ ഞാൻ അവരുടെ മധ്യേ ഉണ്ടാകും എന്ന വാഗ്ദത്തമാകുന്നു. We are gathered in so many hundreds of people are there. ഇവിടെ ഇതാ നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. He is here. യേശു ഇവിടെയുണ്ട്. Jesus is here. യേശു ഇവിടെയുണ്ട്. You have just come to see him. നിങ്ങൾ യേശുവിനെ കാണാനായി വന്നിരിക്കുന്നു. That's what you are anxious. അതാണ് നിങ്ങളുടെ ഹൃദയത്തിലെ കാഴ്ച. God says, ദൈവം പറയുന്നു, I know your heart. എനിക്ക് നിങ്ങളുടെ ഹൃദയം I അറിയാം. know your name. നിങ്ങളുടെ പേര് എനിക്കറിയാം. I have come to bless you, my daughter. എന്റെ മകളെ ഞാൻ നിന്നെ I അനുഗ്രഹിക്കാൻ have come to വന്നിരിക്കുന്നു. bless you, my son. എന്റെ മകനെ ഞാൻ അനുഗ്രഹിക്കാൻ And വന്നിരിക്കുന്നു. make you my partner. നിങ്ങൾ എന്റെ പങ്കാളിയാകണം. You can become the partner of Jesus Christ. യേശു ക്രിസ്തുവിന്റെ പങ്കാളിയായി നിങ്ങൾ തീരണം. How you can become the partner? നിങ്ങൾക്ക് എങ്ങനെ പങ്കാളിയാകാൻ കഴിയും? Jesus said, യേശു പറയുന്നു, today salvation is coming to this house. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. I am blessing this home with my salvation. എന്റെ രക്ഷ കൊണ്ട് ഞാൻ ഈ ഭവനത്തെ അനുഗ്രഹിക്കുന്നു. This is what the Lord is giving to each one of you this evening time. അതാണ് ഈ സായാഹ്നത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്. To cling on to Jesus. യേശുവിന് അവകാശപ്പെട്ടവരായി, To be connected with Jesus. യേശുവിനോട് ബന്ധപ്പെട്ടിരിക്കാനായി, To be one with Jesus. യേശുവിനോട് ഏകീഭവിക്കാനായി. If you read 1 John chapter 1 verse 3, 1 യോഹന്നാൻ
യോഹന്നാൻ 1:3 നിങ്ങൾ വായിക്കുമെങ്കിൽ John the apostle writes over there. അവിടെ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതുന്നു, Our fellowship is with the Father and with His Son Jesus Christ. നമ്മുടെ കൂട്ടായ്മയോ നമ്മുടെ പിതാവിനോടും തന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. Jesus himself says in John 10:30, യോഹന്നാൻ 10:13 യേശു കർത്താവ് തന്നെ പറയുന്നു, I and my Father are one. ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. I and my Father are one. ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. This is the partnership, my precious brothers and sisters. എന്റെ വലിയ സഹോദരി സഹോദരന്മാരെ, ഇതാകുന്നു വിലയേറിയ പങ്കാളിത്തം. Every one of you should unite your hearts with Jesus. നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ ഹൃദയത്തോട് നിങ്ങൾ ഏകീഭവിക്കണം. My fellowship is with the Father and with His Son Jesus Christ. That's what you have to experience in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടതും എന്റെ കൂട്ടായ്മ ദൈവത്തോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോട് തന്നെ എന്നുള്ള കൂട്ടായ്മ പ്രാപിക്കണം. And Zacchaeus came down hastily. സക്കായി വേഗത്തിൽ ഇറങ്ങി വന്നു. He took him to his house. അവൻ യേശുവിനെ അവന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. People said he is a sinner. ആളുകൾ പറഞ്ഞു അവനൊരു പാപിയാകുന്നു. Zacchaeus is a sinner. അവനൊരു പാപി എന്ന് പറഞ്ഞു. How can Jesus go to their house? എങ്ങനെ അവന്റെ ഭവനത്തിലേക്ക് യേശുവിനെ പോകുവാൻ കഴിയും? But today, എന്നാൽ ഇന്ന് ഈ സായാഹ്നത്തിൽ God is watching your hearts. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. Those who are anxious to take Jesus to your home, നിങ്ങളുടെ ഭവനത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോകുവാൻ താല്പര്യമുള്ളവർ, to inside in your heart, നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് പ്രതിഷ്ഠിക്കുവാൻ, to have fellowship with Him, യേശുവിനോട് കൂട്ടായ്മ പാലിക്കുവാൻ, whoever you may be, നിങ്ങൾ ആരായിരുന്നാലും ശരി, God is going to supply this need to you this evening time. ഈ സായാഹ്നത്തിൽ ഈ ആവശ്യം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ പോകുന്നു. Check up your life. നിങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുവിൻ. Have you united yourself with Jesus Christ? നിങ്ങൾ യേശുക്രിസ്തുവുമായി ഐക്യപ്പെട്ടിട്ടുണ്ടോ? Have you become the partner of Jesus Christ? യേശുക്രിസ്തുവിന്റെ പങ്കാളിയായി നിങ്ങൾ തീർന്നിട്ടുണ്ടോ? In your home, are you having fellowship with Him as a family? നിങ്ങളുടെ ഭവനത്തിൽ കുടുംബസമേതം യേശുവിനോട് നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടോ? My friends, the Lord will pour out all His blessings upon you as a family in the spiritual way as well as in the material way. എന്റെ പ്രിയ സ്നേഹിതരെ, യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീക തലത്തിലും ഭൗതിക തലത്തിലും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും. Ask Jesus to enter into your soul. നിങ്ങളുടെ ആത്മാവിലേക്ക് യേശു പ്രവേശിക്കേണ്ടതിനായി നിങ്ങൾ യേശുവിനോട് അപേക്ഷിക്കുവിൻ. Zacchaeus just wanted to see the Lord, അവന് കർത്താവിനെ കാണാൻ ആഗ്രഹമുണ്ട്. but God saw his heart's desire എന്നാൽ ദൈവമോ അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം കണ്ടു. and He blessed him abundantly. സമൃദ്ധിയായി യേശു അവനെ അനുഗ്രഹിച്ചു. As I share with you this thought right now, ഇപ്പോൾ തന്നെ ഈ ചിന്ത ഞാൻ നിങ്ങളോട് പങ്കിടുമ്പോൾ, God is blessing each one of you in the same way. അതുപോലെ തന്നെ നമ്മുടെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. Your home will be a transformed home. നിങ്ങളുടെ ഭവനം രൂപാന്തരപ്പെട്ട ഭവനമായിരിക്കും. And God will stay with you from now on. ഇനിമേലാൽ ദൈവം നിങ്ങളോട് ഒപ്പം വസിക്കും. Cling on to Him. കർത്താവിനെ മുറുകെ പിടിപ്പിൻ. Cling on to Him. കർത്താവിനെ മുറുകെ പിടിപ്പിൻ. As husband, wife and children. ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളുമായി. Whatever you need, the Lord will supply each and every need. നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ നിങ്ങളുടെ ഓരോ ആവശ്യവും കർത്താവ് നിറവേറ്റി തരും. Philippians 4:19 says, ഫിലിപ്പിയർ 4:19 പറയുന്നു, God shall supply all your need according to His riches in Christ Jesus. യേശുക്രിസ്തുവിനുള്ള മഹിമാധനത്തിന് ഒത്തവണ്ണം കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും നിറവേറ്റി തരും എന്ന് പറയുന്നു. Hallelujah. 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 God is touching every one of ദൈവം you നിങ്ങളെല്ലാവരെയും തൊടുന്നു. and give you His blessing. ദൈവം തന്റെ അനുഗ്രഹങ്ങളെ പകർന്നു തരുന്നു. Secondly, രണ്ടാമതായി, if you read Psalm 23 verses 1 and 6, സങ്കീർത്തന പുസ്തകം 23:1-6 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, King David writes a beautiful thing. ദാവീദ് രാജാവ് മനോഹരമായ ഒരു സംഗതി എഴുതുന്നു. May God as your shepherd. ദൈവത്തെ നിങ്ങളുടെ ഇടയനായി നിങ്ങൾ Let സ്വീകരിക്കണം. Him be your shepherd. ദൈവം നിങ്ങളുടെ ഇടയനായിരിക്കട്ടെ. When you have Him as your shepherd, ദൈവം നിങ്ങളുടെ ഇടയനായി തീരുമ്പോൾ, 6th verse says, 6ാമത്തെ വാക്യം പറയുന്നു, surely goodness and mercy shall follow you നിശ്ചയമായും നന്മയും കരുണയും നിങ്ങളെ പിന്തുടരും. all the days of your life. നിങ്ങളുടെ ജീവിതത്തിൽ ആകമാനം See, ഉടനീളം. what a beautiful fact it is. അതെത്ര മനോഹരമായ വസ്തുത. That's why my brother, my sister, my children, you must read the word of God. അതുകൊണ്ടാണ് എന്റെ പ്രിയ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ നിങ്ങൾ തിരുവചനം വായിക്കേണ്ടത്. Normally when we read Psalm 23, നാം സങ്കീർത്തനം 23 വായിക്കുമ്പോൾ how we will read? നമുക്കിത് വായിച്ചു കേൾക്കാം. The Lord is my shepherd. I don't like that we read. നാം വായിക്കുന്നതോ യഹോവ എന്റെ ഇടയൻ ആകുന്നു. In a hurried way, the Lord is my shepherd. നമ്മൾ വായിച്ചു കളയുന്നു യഹോവ എന്റെ ഇടയനാണെന്ന് വായിച്ചങ്ങ് പോകുന്നു. No, not like that.
Not like that. അതുപോലെയല്ല. You must feel that you are receiving him as your shepherd. നിങ്ങളുടെ ഇടയനായി കർത്താവിനെ സ്വീകരിക്കുന്നതായി നിങ്ങൾ അനുഭവിക്കണം. David had that experience. ദാവീദിന് അത്തരത്തിൽ അനുഭവം If you ഉണ്ടായിരുന്നു. read Psalm 18:1 and 2, സങ്കീർത്തനം 18:1-2 വാക്യങ്ങൾ വായിക്കുമെങ്കിൽ, brother will read it. എന്റെ ബലമായ യഹോവേ, എന്റെ ഞാൻ നിന്നെ ബലമായ യഹോവേ, എന്റെ ബലമായ യഹോവേ, he is my strength. കർത്താവിന്റെ ശക്തിയാകുന്നു. When you read that verse, ആ വാക്യം വായിക്കുമ്പോൾ accept it as it is. അത് അതുപോലെ നാം സ്വീകരിക്കണം. Yes, he is my strength. അവൻ എന്റെ ബലമാകുന്നു. When you are feeling weak in your body, ശരീരത്തിൽ in your ബലഹീനപ്പെട്ടിരിക്കുമ്പോൾ, mind, മനസ്സിൽ and in your ബലഹീനപ്പെട്ടിരിക്കുമ്പോൾ, soul, ആത്മാവിൽ you will ബലഹീനപ്പെട്ടിരിക്കുമ്പോൾ receive great strength from the Lord. ദൈവത്തിൽ നിന്ന് വൻ ശക്തി നാം പ്രാപിക്കുന്നു. Then it will happen. പിന്നെ എപ്പോൾ അത് When you സംഭവിക്കും? believe it നിങ്ങൾ വിശ്വസിക്കണം, and take that for yourself. അത് നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കണം. The Lord is my strength. കർത്താവ് എന്റെ ബലമാകുന്നു. How many of you have come with weakness in the body, in the mind? You are depressed, and so many weaknesses are there in your life. നിങ്ങൾ എത്ര പേർക്കാണ് ജീവിതത്തിലും ശരീരത്തിലും ആത്മാവിൽ എത്രത്തോളം ബലഹീനത ഉള്ളവരായി ജീവിക്കുന്നത്? You have to claim blessing by reading the word of God with faith. വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനം വായിച്ച് അത് അവകാശമാക്കി സ്വീകരിക്കണം. According to this verse, I am receiving the strength of the heavenly Father. ഈ വാക്യം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൽ നിന്ന് സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ. And second verse you can read, brother. രണ്ടാമത്തെ വാക്യം വായിച്ചു കേൾക്കാം. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു. In many places, if you read the word of God in Psalms, you can read like this. സങ്കീർത്തന പുസ്തകം അനേക ഭാഗങ്ങളിൽ നാം വായിക്കുന്നുവെങ്കിൽ ഇതുപോലുള്ള പദപ്രയോഗങ്ങൾ, ആശ്വാസം നമുക്ക് അതിലൂടെ ലഭിക്കുന്നു. Everywhere he is claiming he is my God, he is my rock, he is my fortress, he is my deliverer, all sorts of things which he is experiencing in his life. തന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്നതായിട്ടുള്ള എന്റെ ദൈവം, ബലമായ ദൈവം, എന്റെ ശക്തൻ, എന്നെ വിടുവിക്കുന്നവൻ, എന്റെ വീണ്ടെടുപ്പുകാരൻ എന്നൊക്കെ ധാരാളം കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ അവൻ ഏറ്റുപറഞ്ഞുകൊണ്ട് സങ്കീർത്തനം എഴുതുന്നു. The same blessing can come upon you people by receiving this word of God. ദൈവത്തിന്റെ തിരുവചനം സ്വീകരിക്കുന്ന മുഖാന്തരമായി പ്രിയജനമേ, ഇതേ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും പ്രാപിക്കുവാൻ കഴിയും. Young people, you have to read the word of God as much as you can when you are growing in the Lord. യുവജനങ്ങളെ, നിങ്ങൾ കർത്താവിൽ വളർന്നു വരുന്ന വേളയിൽ ദൈവത്തിന്റെ തിരുവചനം ധാരാളമായി വായിച്ച് ധ്യാനിക്കണം. It will make you grow in the right way. നേരായ വഴിയിലൂടെ വളർച്ച പ്രാപിക്കുവാൻ അത് ഇടയാക്കി തീർക്കും. And if you read 1 Corinthians chapter 1 verses 24 and 31, 1 കൊരിന്ത്യർ 1-21-24 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമെങ്കിൽ, Jesus is our wisdom, യേശു നമ്മുടെ പരിജ്ഞാനമാകുന്നു, righteousness, നീതിയാകുന്നു, sanctification, വിശുദ്ധീകരണമാകുന്നു, and redemption. വീണ്ടെടുപ്പുമാകുന്നു. These are the blessings we need for every day. ഓരോ ദിവസവും നമുക്ക് ഈ അനുഗ്രഹങ്ങൾ ആവശ്യമുണ്ട്. We have to lead a righteous life. നാം നീതിയുള്ള ജീവിതം വഹിക്കണം. And redemption. വീണ്ടെടുപ്പ് പ്രാപിക്കണം. God should be our wisdom. ദൈവം നമ്മുടെ പരിജ്ഞാനമായിരിക്കണം. Even now children are writing their exams everywhere. ഇപ്പോഴും എല്ലായിടത്തും കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. Parents are worried. ആ മാതാപിതാക്കൾക്ക് മനോഭാരമുണ്ട്. You need not be worried. നിങ്ങൾ മനോഭാരപ്പെടേണ്ട. Look to God. ദൈവത്തിലേക്ക് നോക്കുക. As a family, കുടുംബസമേതം tell your children നിങ്ങളുടെ മക്കൾ that wisdom comes from Jesus and Jesus and Jesus alone. യേശുവിൽ നിന്ന് മാത്രമാകുന്നു ദൈവിക ജ്ഞാനം ലഭ്യമാകുന്നത്. Believe. വിശ്വസിപ്പീൻ. If you believe, വിശ്വസിപ്പീൻ. if you believe, നിങ്ങൾ വിശ്വസിപ്പീൻ. you shall see the glory of God. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. Your children will be blessed. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. My son was in the last two ranks when he was away from the Lord. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചപ്പോൾ എന്റെ മകന് ഏറ്റവും ഒടുക്കത്തെ രണ്ടാമത്തെ റാങ്ക് ആയിരുന്നു And ഉണ്ടായിരുന്നത്. when he accepted the Lord as his savior, എന്നാൽ രക്ഷിതാവായി തന്റെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ he spoke to God. അവൻ ദൈവത്തോട് സംസാരിച്ചു. Father, പിതാവേ, sit with me എന്നോടൊപ്പം ഇരിക്കണമേ, and teach me. എന്നെ പഠിപ്പിക്കണമേ. I don't know anything in the book. പുസ്തകത്തിലെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. That's what you have to do that. അതാണ് നിങ്ങളും ചെയ്യേണ്ടത്. Tell your children to do that. അത് ചെയ്യാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയുമേ. I used to tell him, shall I prepare tea for you? നിങ്ങൾ പറയില്ലേ, ഞാൻ നിനക്ക് വേണ്ടി ചായ ഉണ്ടാക്കട്ടെ? No, I want to be alone with the Lord. ഇല്ല, ഞാൻ കർത്താവിനോട് ഏകനായി My കഴിയണം. young children, എന്റെ കുഞ്ഞുങ്ങളെ, are you worried that you don't have sufficient wisdom to go forward in your life? നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറാൻ തക്കവണ്ണം ആവശ്യമായ പരിജ്ഞാനം ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? You may not have any wisdom. നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാകേണ്ട. But if you believe Jesus can give you wisdom, എന്നാൽ യേശു നിങ്ങൾക്ക് ജ്ഞാനം തരുമെന്ന് വിശ്വസിക്കുമെങ്കിൽ He will become your wisdom, യേശു നിങ്ങളുടെ ജ്ഞാനമായി your തീരും, knowledge, നിങ്ങളുടെ അറിവായി തീരും, your
your holiness. നിങ്ങളെ വിശുദ്ധമായി തീരും. Some people say, I don't know how to live a holy life. എങ്ങനെയാണ് വിശുദ്ധ ജീവൻ നയിക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ ചില ആളുകൾ പറയും. Look to Jesus. യേശുവിലേക്ക് നോക്കുവിൻ. Have him as your partner. യേശു നിങ്ങളുടെ പങ്കാളിയായി തീരണം. And speak to him. യേശുവിനോട് സംസാരിക്കുവിൻ. He will give you everything. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. Ephesians 3:20 says, എഫേസ്യർ 3:20 പറയുന്നു, more than what you think or desire in your heart, it will be given to you. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ചോദിക്കുന്നതിലും യാചിക്കുന്നതിലും അപ്പുറമായി കർത്താവ് നിങ്ങൾക്ക് നൽകും. More than what you think. നിങ്ങൾ ചിന്തിക്കുന്നതിന് അതീതമായി തരും. More than what you ask. നിങ്ങൾ യാചിക്കുന്നതിന് അധികമായി തരും. God shall supply your need. ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റും. Hallelujah. Hallelujah. It is given to you right now. അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. You are not going to get it when I pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേളയിലല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. God is here. ദൈവം ഇവിടെയുണ്ട്. He is moving here and there. ദൈവം അങ്ങായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. How many of you want him to touch you and give you all these blessings? നിങ്ങൾ എത്ര പേരാണ് കർത്താവ് നിങ്ങളെ തൊട്ട് ഈ അനുഗ്രഹങ്ങൾ തരാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നത്? The Lord will touch you even wherever you are sitting. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കർത്താവ് വാസ്തവത്തിൽ നിങ്ങളെ തൊടും. Hallelujah. Hallelujah. Your home will become a sweet home. നിങ്ങളുടെ ഭവനം ഒരു സുന്ദര ഭവനമായി തീരും. If you read John 16:24, യോഹന്നാൻ 16:24 നിങ്ങൾ വായിക്കുമെങ്കിൽ there we read like this. അവിടെ ഇപ്രകാരം വായിക്കുന്നു, hitherto you have asked nothing. ഇതുവരെയും നിങ്ങൾ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. Ask and receive, and your joy shall be full. നിങ്ങൾ യാചിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരും. When you receive the blessing you ask Jesus, നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ your joy will be full. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരും. That shows that you have received the blessing. അതിന്റെ അർത്ഥം എന്തെന്നാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു എന്നർത്ഥമാകുന്നു. Right now, ഇപ്പോൾ തന്നെ I believe that God is touching each one of you. നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് തൊടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Who is looking unto him? കർത്താവിലേക്ക് നോക്കുവിൻ. He is the one who will bless you. യേശു നിങ്ങളെ അനുഗ്രഹിക്കും. As you are sitting, നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ, as you are sitting, നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ receive whatever you want. നിങ്ങൾ യാചിക്കുന്ന പ്രാപിപ്പീൻ. Just look to Jesus. യേശുവിലേക്ക് നോക്കുവിൻ. And talk to him. യേശുവിനോട് And സംസാരിപ്പീൻ. talk to him. കർത്താവിനോട് സംസാരിപ്പീൻ. Jesus, യേശുവേ, my son is writing exam. എന്റെ മകൻ പരീക്ഷ എഴുതുന്നു. He has not yet studied properly. അവൻ ശരിയായി പഠിച്ചിട്ടില്ല. But I believe you, Father. എന്നാൽ പിതാവേ ഞാൻ I വിശ്വസിക്കുന്നു. believe you, Father. പിതാവേ ഞാൻ അങ്ങയെ I have വിശ്വസിക്കുന്നു. problem in my office. എനിക്ക് എന്റെ ഓഫീസിൽ I don't പ്രശ്നമുണ്ട്. have peace. എനിക്ക് സമാധാനമില്ല. But I look to you, Father. എങ്കിലും പിതാവേ ഞാൻ അങ്ങയിലേക്ക് You നോക്കുന്നു. are the God of peace. ദൈവം അങ്ങ് സമാധാനത്തിന് You will ദൈവമല്ലോ. bless my children with peace. സമാധാനത്താൽ എന്റെ മക്കളെ അങ്ങ് I അനുഗ്രഹിക്കുന്നു. believe it. ഞാനത് And വിശ്വസിക്കുന്നു. take victory. അങ്ങനെയെങ്കിൽ In the name of Jesus. യേശുവിന്റെ നാമത്തിൽ You will get it right now. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിപ്പോൾ ലഭിക്കും. You can receive that blessing right now. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാം. Hallelujah. ഹല്ലേലൂയ. Our God is a prayer answering നമ്മുടെ God. ദൈവമോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാകുന്നു. Our God hears all our cries. നമ്മുടെ ദൈവം എല്ലാ കരച്ചിലുകളും But കേൾക്കുന്നു. you should become a partner. എന്നാൽ നാം ഒരു You പങ്കാളിയെ should be തീരണം. able to talk to him. യേശുവിനോട് സംസാരിക്കാൻ Have കഴിയണം. friendship with him. യേശുവിനോട് ബന്ധമുണ്ടാവണം. Fellowship with him. കൂട്ടായ്മ ഉണ്ടായിരിക്കണം. Hallelujah. ഹല്ലേലൂയ. Yes. When Jesus was living in this world, അതെ, യേശു ഭൂമിയിൽ ആയിരുന്നപ്പോൾ there was a family. ഒരു കുടുംബം ഉണ്ടായിരുന്നു. We read about them in John 11th chapter. യോഹന്നാന്റെ സുവിശേഷം 11ാം അധ്യായത്തിൽ അവരെ കുറിച്ച് വായിക്കുന്നു. 2 sisters and 1 brother was there. അവിടെ 2 സഹോദരിമാരും ഒരു You know സഹോദരനും the ഉണ്ടായിരുന്നു. story. You know the story. നിങ്ങൾക്ക് ആ കഥ അറിയാം. Martha, Mary and Lazarus. മാർത്തയും മറിയയും ലാസറും. Martha loved the Lord, മാർത്ത കർത്താവിനെ സ്നേഹിച്ചു. but she was preparing food for him all the time. എന്നാൽ എല്ലായ്പ്പോഴും യേശുവിന് അവൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. But Mary, what did she do? എന്നാൽ മറിയ എന്ത് ചെയ്തു? She was all the time sitting at his feet അവൾ എപ്പോഴും യേശുവിന്റെ പാദങ്ങളിൽ and ഇരുന്നു. hearing the word of God. ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. Whatever he says, she will take everything in her heart. എന്തെല്ലാം യേശു സംസാരിച്ചു അതൊക്കെയും ഹൃദയത്തിൽ. And secondly, രണ്ടാമതായി he was sitting at her feet all the time. എല്ലായ്പ്പോഴും യേശുവിന്റെ പാദങ്ങളിൽ അവൾ ഇരുന്നു. That's why God heard her cry. അതുകൊണ്ടാണ് ദൈവം അവളുടെ കരച്ചിൽ When കേട്ടത്. only brother Lazarus was dead and gone for 4 days. അവളുടെ ഏക സഹോദരൻ ലാസർ മരിച്ചു 4 ദിവസമായി. Because of Mary's prayer. മറിയയുടെ പ്രാർത്ഥന മുഖാന്തരം, Because she was connected with Jesus. അവൾ യേശുവിനോട് ബന്ധപ്പെട്ടിരുന്നതുകൊണ്ട് God raised up Lazarus ദൈവം ലാസറിനെ ഉയർപ്പിച്ചു. and blessed their home, a sweet home. ആ ഭവനത്തെ, സുന്ദര ഭവനത്തെ അനുഗ്രഹിച്ചു. Many people came to see them. അനേകം ആളുകൾ അവരെ കാണാൻ വന്നു. How God have blessed them. അവരെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ചു? No death, ഒരു മരണവുമില്ല, no
problem. ഇനി പ്രശ്നമില്ല. No other thing which is haunting you. അവരെ വേദനിപ്പിക്കുന്ന യാതൊരു കാര്യവുമില്ല. Everything will be gone. എല്ലാം മാറിപ്പോകും. God will bless you abundantly. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. People will see your home. ആളുകൾ നിങ്ങളുടെ ഭവനം കാണും. Oh, how much they are blessed. അവർ എത്ര അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. Yes, my precious brothers and sisters. അതെ എന്റെ വിലയേറിയ സഹോദരി When we സഹോദരന്മാരെ, lost our daughter Angel, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾ ഏഞ്ചൽ നഷ്ടമായപ്പോൾ we were filled with sorrow and grief. ഞങ്ങൾ ദുഃഖത്താലും സങ്കടത്താലും തിങ്ങി നിറഞ്ഞു. For days together we didn't know what to do. ദിവസങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. How to proceed the ministry. എങ്ങനെ ശുശ്രൂഷയിൽ We മുന്നോട്ട് were പോകണം. depressed in our hearts. ഹൃദയത്തിൽ നിരാശയായി. But one day, as we gathered together and pray as a family, എന്നാൽ ഒരു ദിവസം കുടുംബസമേതം പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ ഒത്തുവന്നപ്പോൾ we were depressed that day also. ആ ദിവസവും ഞങ്ങൾ നിരാശയിൽ ആയിരുന്നു. But we looked to God. എന്നാൽ ഞങ്ങൾ ദൈവത്തിലേക്ക് നോക്കി. Father, പിതാവേ, console us and comfort us. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ, We സമാശ്വസിപ്പിക്കണമേ. don't know how to go forward. ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. We have no mind to do your ministry also. ഞങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. That time God, the Lord Jesus Christ, filled every one of us with a holy anointing. ആ സന്ദർഭത്തിൽ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധ അഭിഷേകത്താൽ നിറച്ചു. When we prayed, we received the joy of the Holy Spirit. ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മ സന്തോഷം ഞങ്ങൾ പ്രാപിച്ചു. All of us, 5 of us, were singing in tongues and praising the Lord. ഞങ്ങൾ 5 പേരും ഞങ്ങൾ അന്യഭാഷ സംസാരിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പാടി. And suddenly that room was filled with the presence of God. വളരെ പെട്ടെന്ന് ആ മുറി മുഴുവനും ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. And Jesus said, യേശു പറഞ്ഞു, my children, എന്റെ മക്കളെ, I am also worried. എനിക്കും മനോഭാരമുണ്ട്. But I have told the angels and the Satan himself that you will not let me down even now. എന്നാൽ ഞാൻ ദൂതന്മാരോടും സാത്താനോട് പോലും ഞാൻ പറഞ്ഞു, ഈ സന്ദർഭത്തിൽ പോലും അവർ എന്നെ കൈവിടുകയില്ല. Will you let me down? ഒരിക്കലും കൈവിടുകയില്ല. Will you let me down? അവർ കൈവിടുകയില്ല. He asked us that question. ആ ചോദ്യം കർത്താവ് ചോദിച്ചു. Together said, ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു, where can we go, Father? പിതാവേ, ഞങ്ങൾക്ക് എവിടേക്ക് പോകാൻ കഴിയും? Without you cannot live in this world. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ലോകത്ത് ജീവിക്കുവാൻ കഴിയുകയില്ല. Strengthen us. ഞങ്ങളെ ശക്തീകരിക്കണമേ. Fill us with the Holy Spirit. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ With നിറയ്ക്കണമേ. all 9 gifts of the Holy Spirit. ഞങ്ങൾക്ക് 9 കൃപാവരങ്ങളും നൽകണമേ. We'll go forward and do your ministry. മുന്നോട്ട് പോയി അങ്ങനെ ശുശ്രൂഷ ചെയ്യേണ്ടതിനായി. That's why we started the ministry once again. അതുകൊണ്ടാണ് ശുശ്രൂഷ വീണ്ടും ഞങ്ങൾ God പുനരാരംഭിച്ചത്. will not let you down. ദൈവം നിങ്ങളെ കൈവിടുകയില്ല. Are you depressed this evening? ഈ സായന്തനത്തിൽ നിരാശയിലോ, Have you lost something special? നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷത Be of നഷ്ടപ്പെട്ടോ, good cheer. നിങ്ങൾ ധൈര്യപ്പെടുവീൻ. Get filled with the power of God. ദൈവത്തിന്റെ ബലത്താൽ Through the ധൈര്യപ്പെടുവീൻ. Holy Spirit. പരിശുദ്ധാത്മാവിൽ Through the നിറയപ്പെടുവീൻ. Holy Spirit. പരിശുദ്ധാത്മാവിൽ The നിറയപ്പെടുവീൻ. more you are filled with the Holy Spirit, പരിശുദ്ധാത്മാവിൽ സമർപ്പിക്കുവീൻ. the more you will be blessed abundantly. നിങ്ങൾ എത്ര പ്രാപിക്കുന്നു അത്ര അധികം You will be അനുഗ്രഹിക്കപ്പെടും. strengthened in the Spirit. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ശക്തിപ്പെടും. And you'll be able to go on and on and on. നിങ്ങൾക്ക് മുന്നിലേക്ക് പോകുവാൻ കഴിയും. This happened in the year 1986. 1986 ഇത് സംഭവിച്ചത്. Then the Lord gave me the project Esther prayer group in the year 1988. 1988 കർത്താവ് എസ്തർ പ്രാർത്ഥന ഗ്രൂപ്പ് എന്ന സംഘം ദൈവം എനിക്ക് നൽകി. Many ladies are rising up and praying for the home, for the nation, for the women folk. അനേക വനിതകൾ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഭവനത്തിന് വേണ്ടി, അവരുടെ രാജ്യത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. It's going on increasing. അത് വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കുന്നു. Yes, my sister, my brother. അതേ എന്റെ സഹോദരി, എന്റെ സഹോദര, In the midst of all your sorrow, നിങ്ങളുടെ ദുഃഖത്തിന്റെ ഒക്കെ മധ്യേ your sorrow shall become happiness. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. You'll receive happiness and joy. നിങ്ങൾ സന്തോഷവും സൗഖ്യവും ഏറ്റുവാങ്ങും. God can do that. ദൈവത്തിന് ചെയ്യാൻ കഴിയും. Are you filled with worries and cares of this world? ഈ ലോകത്തിലെ ഭാരങ്ങളും മനക്ലേശങ്ങളും നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു. Cling on to Jesus Christ. യേശുവിനെ മുറുകെ പിടിപ്പീൻ. Get filled with the power of God. ദൈവശക്തിയാൽ നിറയപ്പെടുവീൻ. And then you will receive all the things which you need, more than what you desire or think in your heart. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആശിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അപ്പുറമായി എല്ലാ നന്മകളാലും കർത്താവ് നിങ്ങളെ നിറയ്ക്കും. And thirdly, മൂന്നാമതായി, your home shall become a Christ-centered home. നിങ്ങളുടെ ഭവനം ക്രിസ്തു കേന്ദ്രീകൃതമായ ഭവനമായി തീരും. When you become a partner നിങ്ങളൊരു പങ്കാളിയാകുമ്പോൾ, with Jesus Christ, യേശുക്രിസ്തുവിന്റെ പങ്കാളി, God will give you this blessing. ദൈവം തന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നൽകും. Your home will be a sweet home. നിങ്ങളുടെ ഭവനം സുന്ദര ഭവനമായി തീരും. God will come and dwell with you. ദൈവം വന്ന് നിങ്ങളോട് കൂടെ വസിക്കും. If you read Psalm 132, 13 and 14, സങ്കീർത്തനം 132, 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, can you read it, brother? 13, 14 വാക്യങ്ങൾ. യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമാക്കി ഇച്ഛിക്കുകയും ചെയ്തു. അത് എന്നേക്കും എന്റെ വിശ്രാമം ആകുന്നു.
ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കിയാൽ ഞാൻ അവിടെ വസിക്കും. I will dwell with them. ഞാൻ അവരോടൊപ്പം വസിക്കും. No other way. മറ്റൊന്നുമല്ല. You are bringing God in your home. നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങൾ ദൈവത്തെ That കൊണ്ടുവരുന്നു. home will become a sweet home. ആ ഭവനം ഒരു സുന്ദര ഭവനമായി തീരും. See, these days there are so many problems in the family life. കുടുംബത്തിൽ ധാരാളം പ്രശ്നങ്ങളുടെ കുടുംബങ്ങളുണ്ടല്ലോ. After marrying within a month or so, they are disturbed. വിവാഹം കഴിഞ്ഞ ഒരു മാസത്തിൽ തന്നെ അവർ അസ്വസ്ഥരായി തീരുന്നു. No happiness. സന്തോഷമില്ല. No joy. സമാധാനമില്ല. No understanding. ഒരു അന്യോന്യം ഇല്ല. Diverse. അവിടെ അവർ So many rotten things of satanic forces. സാത്താൻ പ്രതികൂലമായി കൊണ്ടുവന്ന ധാരാളം ഛിദ്രതകൾ കൊണ്ടുവരുന്നു. My sister, my brother, എന്റെ സഹോദരി, എന്റെ സഹോദരൻ, this evening ഈ സായാഹ്നത്തിൽ ask Jesus to come into your home. നിങ്ങളുടെ ഭവനത്തിലേക്ക് യേശു വരാനായി അപേക്ഷിക്കുവിൻ. Husband, wife and children all together with one accord pray unto the Lord. ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും ഒരു മനസ്സോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ. Do you have family prayers? നിങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയുണ്ടോ? As a partner with Jesus Christ, യേശു ക്രിസ്തുവുമായി ഒരു പങ്കാളിത്തത്തിൽ വരുന്ന you ശേഷം should have family prayer every morning. ഓരോ പ്രഭാതത്തിൽ നിങ്ങൾക്ക് കുടുംബ Early in the പ്രാർത്ഥന morning. പ്രഭാതത്തിൽ അതിരാവിലെ. Myself and my husband started praying as soon as we got married at 6 o'clock in the morning. ഞാനും എന്റെ ഭർത്താവും ഞങ്ങൾ വിവാഹിതരായതിനു ശേഷം പ്രഭാതത്തിൽ 6 മണി നേരത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. We had it for the past 48 years of our married life. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ 48 വർഷക്കാലം ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. We prayed every morning 6 o'clock. ഓരോ ദിവസവും 6 മണി നേരത്ത് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കും. That's why God made our home a sweet home. അത്തരത്തിലാണ് ദൈവം ഞങ്ങളുടെ കുടുംബത്തെ ഭവനത്തെ സുന്ദര ഭവനമാക്കിയത്. A Christ-centered home. ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബം. The same thing can happen in your life too. അതേ കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാം. Let me ask you a question. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. How many of you want your home to be a sweet home? നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ഭവനം ഒരു സുന്ദര ഭവനമായി A തീരണം? Christ-centered home. ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബം. I am not only watching. ഞാൻ മാത്രമല്ല കാണുന്നത്. Jesus is here. യേശു ഇവിടെയുണ്ട്. He is watching every one of your life. നിങ്ങൾ എല്ലാവരുടെയും ജീവിതങ്ങൾ യേശു കാണുന്നു. How much thirst you have to have a Christ-centered home. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഭവനം നിങ്ങൾ എത്ര പേർ അധികമായി ആഗ്രഹിക്കുന്നു യേശു കാണുന്നു. See, in the life of Cornelius, കൊർന്നേലിയോസിന്റെ ജീവിതത്തിൽ he was not a Jewish man. അവനൊരു യഹൂദനല്ലായിരുന്നു. He was a Gentile. അവനൊരു വിജാതീയനായിരുന്നു. If you want to read about him, we can see it in Acts 10th chapter. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. What kind of man he was? അവൻ ഏത് തരത്തിലെ മനുഷ്യനായിരുന്നു? Verse 2 says, രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, he feared God. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. My brothers, എന്റെ do സഹോദരൻ, you have the fear of God? എന്റെ സഹോദരന്മാരെ, നിങ്ങൾക്ക് ദൈവഭയമുണ്ടോ? My young people, എന്റെ യുവാക്കളെ, even now you should have the fear of God. ഇപ്പോഴും നിങ്ങൾക്ക് ദൈവഭയം ഉണ്ടായിരിക്കണം. Psalm 128 verse, the whole chapter we read in every marriage. സങ്കീർത്തനം 128 എല്ലാ വിവാഹ സമയത്തും നാം വായിക്കുന്നുണ്ട്. Why we read that? എന്തുകൊണ്ട് നാം വായിക്കുന്നു? That God should bless your home like that. അതുപോലെ ദൈവം നിങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണം. Just like that, for a lady we read about that in Proverbs 31:30. അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ 31:13 നാം ഒരു വനിതയെ കൊണ്ട് വായിക്കുന്നു. A woman who has the fear of God, ദൈവഭയമുള്ള ഒരു വനിത, she shall be blessed. അവൾ അനുഗ്രഹിക്കപ്പെടും. If you want to have blessing in your family, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ? നിങ്ങൾക്ക് വേണമോ? my sister, എന്റെ സഹോദരിമാരെ, have the fear of God. ദൈവഭയം ഉള്ളവരായിരിക്കും. And secondly, രണ്ടാമതായി, what did he do? അവൻ എന്താണ്? കൊർന്നേലിയോസ് പിന്നെ എന്താണ് ചെയ്തത്? He sought the Lord diligently along with his home. അവൻ തന്റെ ഭവനത്തിൽ ദൈവത്തെ വളരെ താല്പര്യത്തോടു കൂടി സേവിച്ചിരുന്നു. And he gave alms to the poor people. അവൻ ദരിദ്രർക്ക് അവൻ സഹായങ്ങൾ നൽകിയിരുന്നു. And the family was praying always. എല്ലായ്പ്പോഴും ആ കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബമായിരുന്നു. Jesus was praying all the time. യേശു എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. Early morning. പ്രഭാതയാമത്തിൽ. Mark 1:35 we read about that. മർക്കോസ് 1:35 നാം അതിനെക്കുറിച്ച് വായിക്കുന്നു. Matthew 14:23 in the evenings he prayed. മത്തായി 14:23 സായാഹ്നങ്ങളിൽ യേശു പ്രാർത്ഥിച്ചിരുന്നു. Luke 6:12 he prayed all through the night. ലൂക്കോസ് 6:12 യേശു രാത്രിയാമങ്ങളിൽ മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നു. We have to follow his footsteps. യേശുവിന്റെ പാദപീഠങ്ങൾ നാം ആയിരിക്കണം. First Peter chapter 2:21 says like that. 1 പത്രോസ് 2:21 അങ്ങനെ പറഞ്ഞിരിക്കുന്നു. Follow his footsteps. യേശുവിന്റെ പാദങ്ങളെ പിന്തുടരുവീൻ. If you want to have a sweet home, a Christ-centered home, a blessed home, you have to do this. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, ഒരു ക്രിസ്തു കേന്ദ്രീകൃത കുടുംബം,
കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന കുടുംബമാണെങ്കിൽ അങ്ങനെ ആയിത്തീരണം. Because Cornelius sought the Lord diligently. കാരണം എന്തെന്നാൽ കൊർന്നല്യോസ് വളരെ God was pleased with him. ദൈവം അവനോട് പ്രസാദമുണ്ടായി. He made Peter to enter their home. ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ പത്രോസിന് ഇടവരുത്തി. God arranged everything in a beautiful way. എല്ലാം വളരെ മനോഹരമായി ദൈവം ക്രമീകരിച്ചു. Peter came to his house. അവന്റെ ഭവനത്തിലേക്ക് വന്നു. Cornelius, not only he was waiting, but he was waiting with his friends and relatives. കൊർന്നല്യോസ് ഏകനായി അല്ല പത്രോസിനെ കാത്തിരുന്ന, പക്ഷേ അവന്റെ ബന്ധുമിത്രാദികൾ സ്നേഹിതർ ഒരുമിച്ച് അവർ കാത്തിരുന്നു. He was worried about the whole family. കുടുംബത്തെ കുറിച്ച് മുഴുവൻ ആകമാനം. Yes, my sister, my brother. അതേ സഹോദര സഹോദരി, These days the families are going astray. ഇക്കാലങ്ങളിലൊക്കെയും കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. No love, സ്നേഹമില്ല, vengeance, അവിടെ പകയുണ്ട്, hatred, അവിടെ വിദ്വേഷമുണ്ട്, divisions. അവിടെ സമ്മർദ്ദമുണ്ട്. But this evening, എന്നാൽ ഈ സായനത്ത് God has brought each one of you to have peace. സമാധാനം പ്രാപിക്കേണ്ടതിനായി Peace with God. ദൈവത്തോട് സമാധാനം ഉണ്ടാകാൻ Among the family. കുടുംബസമേതമായി Pray for each other. അന്യോന്യം പ്രാർത്ഥിപ്പീൻ. Pray for the family. കുടുംബത്തിനായി പ്രാർത്ഥിപ്പീൻ. Get right with God. ദൈവത്തോട് നേരെ ആയിത്തീരുവീൻ. That's what this Cornelius was doing. അതാണ് കൊർന്നല്യോസ് ചെയ്തുകൊണ്ടിരുന്നത്. He brought all his people. അവൻ തന്റെ ജനങ്ങളെല്ലാം കൂട്ടി Not വരുത്തി. only I should be blessed, ഞാൻ മാത്രമല്ല but the അനുഗ്രഹിക്കപ്പെടേണ്ടത്, whole family, my friends should receive God's blessing. എന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും എന്റെ സ്നേഹിതരും എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. And what did happen? എന്ത് സംഭവിച്ചു? Peter was speaking to them പത്രോസ് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. about the salvation of God ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. and the deeper things of the holy God. വിശുദ്ധനായ ദൈവത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ അവരോട് പറഞ്ഞു. As he was speaking, അവൻ സംസാരിക്കുമ്പോൾ തന്നെ the Lord filled them with the Holy Spirit. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. Hallelujah. 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 The same thing will happen to you even now. ഇപ്പോൾ തന്നെ അതൊക്കെയും നിങ്ങൾക്കും സംഭവിക്കും. The same God can pour down his Holy Spirit upon you people even now. ഇപ്പോൾ തന്നെ അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ചൊരിയുവാൻ കഴിയും. These are the last days. ഇത് അന്ത്യനാളുകളാകുന്നു. Not only getting right with God, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക not മാത്രമല്ല, only becoming partner with God, ദൈവത്തോട് പങ്കാളിയാകുക മാത്രമല്ല, but also receive the power of God. ദൈവത്തിന്റെ ശക്തിയും നാം പ്രാപിക്കണം. As a family, കുടുംബസമേതം, as a family, കുടുംബമാകമാനം. when you do that, നിങ്ങൾ ചെയ്യുമ്പോൾ, praying in the Spirit, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, when you are depressed in your heart, ഹൃദയത്തിൽ നിരാശയുള്ളപ്പോൾ, you will be delivered. അതിൽ നിന്ന് വിടുതൽ You will be പ്രാപിക്കും. delivered. നിങ്ങൾ വിടുവിക്കപ്പെടും. This I have told many times to all the people. എല്ലാ ആളുകളോടും ഇക്കാര്യം ഞാൻ അനേകം പ്രാവശ്യം When I പറഞ്ഞിട്ടുണ്ട്. lost my husband in the year 2008, 2008 വർഷം എന്റെ ഭർത്താവ് എനിക്ക് നഷ്ടമായി. we were living together for 48 years. 48 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്നു. So I felt very ഞാൻ sad. വളരെ നിരാശയിലായി. First day I cried and cried. ഒന്നാമത്തെ ദിവസം കരഞ്ഞ് വിലപിച്ചു. But second day, എന്നാൽ രണ്ടാം ദിവസം my son was preparing for a meeting, memorial service. ഓരോ ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്റെ മകൻ എല്ലാം ഒരുക്കുകയായിരുന്നു. And the Holy Spirit filled me. പരിശുദ്ധാത്മാവ് എന്നെ നിറച്ചു. That's why you must be filled with the Holy Spirit. അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധാത്മാവ് Not crying all the time. എല്ലായ്പ്പോഴും കരയുകയല്ല. Recently one lady lost her husband. അടുത്ത കാലത്ത് ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവ് നഷ്ടമായി. That lady said, ആ സ്ത്രീ പറഞ്ഞു, I cannot live in this house. എനിക്ക് ഭവനത്തിൽ വസിക്കാൻ കഴിയില്ല. Let me go alone. ഞാൻ ഏകനായി പോകട്ടെ. Thinking about my husband all the time. എല്ലായ്പ്പോഴും എന്റെ ഭർത്താവിനെ കുറിച്ച് ആലോചിച്ചു She കൊണ്ടിരിക്കും. cried and cried and cried alone. ഏകയായി കരഞ്ഞ് വിലപിച്ചു. I sent my people to speak to her and bring her to the ministry of God. ഞാൻ ആളുകളോട് പറഞ്ഞു, അവളോട് സംസാരിക്കണം, അവളെ ദൈവ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരണമെന്ന് അവരോട് പറഞ്ഞു. She never bothered. അവൾ അതിനെക്കുറിച്ച് But she പരിഗണിച്ചില്ല. was crying and crying alone. ഏകയായി അവൾ കരഞ്ഞ് വിലപിച്ചു. You know what has happened? നിങ്ങൾക്കറിയുമോ എന്ത് She സംഭവിച്ചു? died miserably. അവൾ വളരെ She ദയനീയമായി didn't മരിച്ചു. do anything for the Lord. കർത്താവിനോടും ചെയ്യാൻ കഴിഞ്ഞില്ല. Crying for her husband. അവൾ ഭർത്താവിനെ ചിന്തിച്ചു. At the same time, അതേസമയം what did happen in my life? എന്റെ ജീവിതത്തിലും സംഭവിച്ചു. The Holy Spirit took control of my life. പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിന് നിയന്ത്രണം You ഏറ്റെടുത്തു. speak in the memorial service. ആ ഓർമ്മ ദിവസം My children said, എന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, how can you stand and preach? You are crying. അയ്യോ ഈ കരഞ്ഞുകൊണ്ട് എങ്ങനെ എഴുന്നേറ്റ് സംസാരിക്കാൻ കഴിയും? But the Holy Spirit strengthened me from that day. എന്നാൽ ആ ദിവസം തുടങ്ങി പരിശുദ്ധാത്മാവിനെ ശക്തീകരിച്ചു. I was able to stand എനിക്ക് നിൽക്കാൻ കഴിഞ്ഞു. and speak about the goodness of God. ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് എനിക്ക് പ്രസ്താവിക്കാൻ കഴിഞ്ഞു. Let us give glory to Him in the midst of all our suffering. നമ്മുടെ എല്ലാ കഷ്ടതകൾക്കും നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. People are blessed
ഏറ്റവും മെച്ചമായത്. 12 years have passed by. 12 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. God is using me mightily for His glory because of the Holy Spirit. പരിശുദ്ധാത്മ മുഖാന്തരമായി ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവത്തിന്റെ ശക്തിയോടെ ഉപയോഗിക്കുന്നു. People are wondering how you are able to speak. എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയും? നിങ്ങൾ For 1 hour. നിങ്ങൾ അതിശയിച്ചേക്കാം. Sometimes I'll stand up and preach. ചില സന്ദർഭങ്ങളിൽ നിന്ന് സംസാരിക്കാറുണ്ട്. God gave me that strength through the Holy Spirit. പരിശുദ്ധാത്മ മുഖാന്തരമായി ദൈവം എനിക്ക് ശക്തി പകർന്നിരിക്കുന്നു. My brother, എന്റെ സഹോദരി സഹോദര, as a family are you crying? നിങ്ങൾ കുടുംബസമേതം പ്രാർത്ഥിക്കുന്നുണ്ടോ? Oh, I have lost this thing. അയ്യോ, ഇത് നഷ്ടമായി I പോയി. lost my business. എന്റെ ബിസിനസ് നഷ്ടമായി പോയി. Lost my children. എന്റെ കുഞ്ഞുങ്ങൾ പോയി. I lost my loved one. എന്റെ പ്രിയപ്പെട്ടവർ നഷ്ടമായി. Oh, I am depressed. അയ്യോ, എനിക്ക് നിരാശയുണ്ട്. Are you saying like that? നിങ്ങൾ അങ്ങനെ പറയുന്നവരോ? The Lord said, കർത്താവ് പറയുന്നു, I will fill you with my Holy Spirit. ഞാൻ എന്റെ പരിശുദ്ധാത്മ നിങ്ങൾക്ക് നൽകും. The third person, the Trinity, ത്രിത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ God wants നൽകും. to supply this need to each one of you. നിങ്ങളുടെ ഓരോരുത്തർക്കും ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. Just ask Him. യാചിപ്പീൻ കർത്താവിനോട്. Being a partner, spending money, giving money, sending money is not at all a big thing. പങ്കാളിയായിരിക്കുന്നതും പണം അയച്ചു കൊടുക്കുന്നതും കൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത്. Because you have done that, നിങ്ങളെ ചെയ്തുകൊണ്ട്, because you have done that, നിങ്ങളെ ചെയ്തതിനാൽ God will not let you down. ദൈവം നിങ്ങളെ തള്ളിക്കളകയില്ല. He will lead you in the right way in the spiritual affairs. ആത്മീയ കാര്യങ്ങളിൽ ദൈവം ശരിയായ വഴിയിലൂടെ നിങ്ങളെ നടത്തും. From today, ഇന്നു മുതൽ you are going to shine for the glory of God. ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങൾ ശോഭിക്കുവാൻ How many പോകുന്നു. of you believe that? നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? Hallelujah. ഹല്ലേലൂയ. All of you, every one of you is going to shine for the glory of God. നിങ്ങൾ എല്ലാവരും തന്നെ കർത്താവിന്റെ മഹത്വത്തിനായി ശോഭിക്കുവാൻ പോകുന്നു. Couples, you are going to shine. ദമ്പതികളെ നിങ്ങൾ ശോഭയോടായി തീരും. Families, you are going to shine. കുടുംബങ്ങളെ നിങ്ങൾ കർത്താവിനെ ശോഭിക്കും. Young people, you are going to arise and shine for God's glory. യുവതിവാക്കളെ നിങ്ങൾ കർത്താവിന്റെ മഹത്വത്തിനായി എഴുന്നേറ്റ് Hallelujah. പോകുന്നു. ഹല്ലേലൂയ. This is what is going to happen. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. So become a partner of Jesus നിങ്ങൾ Christ. യേശുക്രിസ്തുവിന്റെ പങ്കാളിയായി കഴിയും. God wants to make you to be a partner with Him. യേശു നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശുവിനോട് നിങ്ങൾ പങ്കാളിയായി തീരണം. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാമോ? Let us close our eyes നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. and look to God. ദൈവത്തിലേക്ക്. How many of you want to be a partner with Jesus Christ? നിങ്ങൾ എത്ര പേർക്ക് യേശുക്രിസ്തുവുമായി പങ്കാളിത്തത്തിൽ വരാൻ ആഗ്രഹമുണ്ട്? To be united with Jesus Christ. യേശുവിനോട് ഏകീഭവിക്കുവാൻ. I and my Father are one. ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. You have to say the same thing. നാമും അതേ കാര്യം പറയണം. Right now. ഇപ്പോൾ തന്നെ. Right now. ഇപ്പോൾ തന്നെ. Look to Jesus. യേശുവിലേക്ക് നോക്കുക. On the cross. യേശുവിനെ ക്രൂശിൽ On the cross. ക്രൂശിൽ കിടക്കുന്ന He യേശു. gave His life for you. നിങ്ങൾക്ക് വേണ്ടി യേശു തന്റെ ജീവനെ അർപ്പിച്ചു. To make you His partner. യേശു നിങ്ങളെ യേശുവിന്റെ പങ്കാളിയാക്കാൻ. To make you a new person through His blood. തന്റെ രക്തത്താൽ നിങ്ങളൊരു പുതിയ വ്യക്തിയാക്കി തീർക്കേണ്ടതിനായി. The blood of Jesus Christ can cleanse you from all sinful activities. നിങ്ങളുടെ എല്ലാ പാപത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുണ്യാഹൃത്വം നിങ്ങളെ കഴുകി If you ശുദ്ധീകരിക്കുന്നു. are a sinner, നിങ്ങൾ പാപിയാകുന്നു. if you are following the wrong way, തെറ്റായ വഴികളിലൂടെ നടക്കുന്നുവെങ്കിൽ, addicted to all kinds of wrong things, പല തെറ്റായ ദുശീല സ്വഭാവങ്ങളിൽ പെട്ടിരിക്കുന്നുവെങ്കിൽ, look to the cross. ക്രൂശിലേക്ക് നോക്കുവിൻ. St. Paul looked to the cross ക്രൂശിലേക്ക് നോക്കുവിൻ. and became a new man. ഒരു പുതിയ സൃഷ്ടിയായി തീരുവിൻ. Right now, ഇപ്പോൾ തന്നെ look to the cross. ക്രൂശിലേക്ക് നോക്കുവിൻ. God will make you a new person. ദൈവം നിങ്ങളെ പുതിയ വ്യക്തിയാക്കും. All the wrong things, old things will go away from your life. എല്ലാ പഴയ കാര്യങ്ങളും തെറ്റായ സംഗതികളും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. It's happening right now. ഇപ്പോൾ തന്നെ It's സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. happening right now. ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. It's happening right now. അത് ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. How many of you say, നിങ്ങൾ എത്ര പേർ പറയും, I want to become a partner with Jesus? എനിക്ക് യേശുക്രിസ്തുവുമായി പങ്കാളിത്തത്തിലാകണം. With Jesus. യേശുവുമായി. This is a glorious ഇത് time. മഹത്തരമായ This സമയമാകുന്നു. is a glorious ഇത് time. വളരെ വിശുദ്ധമായ സമയമാകുന്നു. God is talking to you. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. My son, എന്റെ മകനെ, my daughter, എന്റെ മകളെ, will you accept me as your partner? നീ എന്നെ പങ്കാളിയായി ഹൃദയത്തിൽ Will you സ്വീകരിക്കുമോ? come into my knowledge? അറിവ് നൽകേണ്ടതിനായി. How many of you want to have him as your partner? യേശുവിനെ പങ്കാളിയായി നിങ്ങൾ എത്ര പേർ സ്വീകരിക്കും? All these days you might have been doing wrong things, എല്ലായ്പ്പോഴും തെറ്റായ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, addicted to various things. വിവിധ കാര്യങ്ങളിൽ ദുശ്ശീലങ്ങളിൽ പെട്ടിരിക്കുന്നുവെങ്കിൽ, But now, എന്നാൽ ഇപ്പോൾ the Lord said, കർത്താവ് പറയുന്നു, my son, എന്റെ മകനെ, my daughter, എന്റെ മകളെ, my young people, എന്റെ യുവാക്കളെ, open your heart. I want to dwell with you. നിങ്ങൾ ഹൃദയം തുറക്കുവാൻ, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ എനിക്ക് Come താല്പര്യമുണ്ട്. into my fold. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഭവനത്തിൽ I വരും. want to make you a partner. എന്നെ പങ്കാളിയാകുവാൻ My ആഗ്രഹിക്കുന്നു. partner. എന്റെ പങ്കാളി, My partner. എന്റെ പങ്കാളി.
Jesus wants to enter into your heart നിങ്ങളുടെ ഭവന ഹൃദയത്തിൽ and കയറുവാൻ make യേശു you his ആഗ്രഹിക്കുന്നു. partner. പങ്കാളിയായി തീരുവാൻ. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. യേശുവേ നന്ദി. Lay the mighty hand upon each and every one of them. അങ്ങയുടെ ശക്തിയേറിയ കരം എല്ലാവരുടെ മേലും Let them വെക്കണമേ. become your partners. അവർ അങ്ങയുടെ One പങ്കാളികളാകട്ടെ. with you. അങ്ങയോട് ഏകീഭവിക്കട്ടെ. One with you. അങ്ങയോട് ഏകീഭവിക്കട്ടെ. Hallelujah. 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 Thank you, Lord. കർത്താവേ നന്ദി. How many of you as a family want Jesus to be your partner? നിങ്ങൾ എത്ര പേരാണ് കുടുംബസമേതം യേശു നിങ്ങളുടെ പങ്കാളിയാകുവാൻ ആഗ്രഹിക്കുന്നത്? Father, പിതാവേ lay thy mighty hand upon your children. അങ്ങയുടെ ശക്തിയേറിയ കരം ഈ മക്കളുടെ മേൽ വെക്കണമേ. Bless them as a family. കർത്താവേ കുടുംബസമേതം അനുഗ്രഹിക്കണമേ. Let them shine for your glory. അങ്ങയുടെ മഹത്വത്തിന് അവർ ശോഭിക്കട്ടെ. Let them enjoy your company, Master. യജമാനനെ അങ്ങയുടെ സൗഹൃദം അവർ ആസ്വദിക്കട്ടെ. Be with them in their family life അവരുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. and bless them, Father. കർത്താവേ പിതാവിനെ അനുഗ്രഹിക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. My beloved brothers and sisters, സഹോദരി സഹോദരന്മാർ, those who want blessings from the Lord Jesus Christ for you, for individually or collectively as for your family. വ്യക്തിപരമായി നിങ്ങൾക്ക് സഹോദരനായാലും സഹോദരിയായാലും നിങ്ങൾക്ക് യേശുവിൽ നിന്ന് കുടുംബസമേതം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ താല്പര്യമുള്ളവർ, If you are not well in your body, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് രോഗം if you സൗഖ്യമില്ലെങ്കിൽ, want healing, സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, if you want a good job, നല്ല ഉദ്യോഗം വേണമെങ്കിൽ, if you don't have a child, നിങ്ങൾക്കൊരു കുഞ്ഞില്ല എങ്കിൽ, if you are not getting married, നിങ്ങൾ ഇതുവരെ വിവാഹിതരല്ലെങ്കിൽ, if you are sick in your body, നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ, put your hand upon your chest. നിങ്ങളുടെ നെഞ്ചിൽ നിങ്ങൾ കരം വയ്ക്കുകയും Let your eyes be closed. നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. We have to pray for each other. നിങ്ങൾ അന്യോന്യം Let പ്രാർത്ഥിക്കണം. me pray for you. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Father, പിതാവേ, those who are keeping their hands upon their chest, നെഞ്ചിൽ കൈവച്ചിരിക്കുന്ന എല്ലാ ആളുകളും കർത്താവേ, touch each hand, Master. യജമാനനെ ഓരോ കരത്തെയും അങ്ങ് തൊടണമേ. If they want healing, അവർക്ക് സൗഖ്യം ആവശ്യമുണ്ട്. touch them. അവരെ തൊടണമേ. Heal them right now. ഇപ്പോൾ തന്നെ സൗഖ്യമാക്കണമേ. Let them be healed. അവരിപ്പോൾ സൗഖ്യമാകട്ടെ. Let them be healed സൗഖ്യമാകട്ടെ. by the power of God. ദൈവശക്തിയാൽ Touch them, അവരെ Father. തൊടണം പിതാവേ. Release them from all kinds of problems. എല്ലാ പ്രശ്നത്തിനും അവർക്ക് വിടുതൽ നൽകണമേ. Heal all cancer, എല്ലാ അർബുദ രോഗത്തിൽ നിന്നും, all TB, എല്ലാ TB യിൽ all നിന്നും, kidney problem, എല്ലാ TB പ്രശ്നത്തിൽ നിന്നും, all heart problem. എല്ലാ ഹൃദയ പ്രശ്നത്തിൽ നിന്നും Touch them. അവരെ തൊടണമേ. Lord, deliver them from all kinds of worries and cares. എല്ലാ മനക്ലേശങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ. Let them receive your blessing right ഇപ്പോൾ now. തന്നെ അങ്ങയുടെ അനുഗ്രഹം അവർ പ്രാപിക്കട്ടെ. Right now. ഇപ്പോൾ തന്നെ, Right now. ഇപ്പോൾ തന്നെ. Thank you, Lord. കർത്താവേ നന്ദി. Bless each and every one of them. അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. Those who do not have a proper job, ശരിയായ ഉദ്യോഗമില്ലാതിരിക്കുന്നവർ, those who do not have a child, ഒരു കുഞ്ഞ് അവർക്കില്ലാതിരിക്കുന്നു, those who are not getting married, വിവാഹിതരല്ലാതിരിക്കുന്നവർ, lay the mighty hand upon such people right now. അത്തരത്തിലുള്ള ആളുകളുടെ മേൽ ശക്തികരം ഇപ്പോൾ തന്നെ Bless them, വെക്കണമേ. Father. അവരിപ്പോൾ അനുഗ്രഹിക്കണം Bless പിതാവേ. them, Lord. കർത്താവേ Let അനുഗ്രഹിക്കണമേ. them, that the sisters conceive കർത്താവേ സഹോദരിമാർ by ഗർഭവതികളാകട്ടെ. the power of God. അങ്ങയുടെ ശക്തിയാൽ കർത്താവേ Let them get married. അവർ വിവാഹിതരായി തീരട്ടെ. Let them have a good അവർക്ക് job. നല്ല ഉദ്യോഗം ലഭിക്കട്ടെ. Father, do a miracle, do a miracle, do a miracle in each person's life right now. പിതാവേ ഇപ്പോൾ തന്നെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഒരു അത്ഭുതം ഒരു അത്ഭുതം ചെയ്യണമേ. Those who do not have peace, സമാധാനമില്ലാതിരിക്കുന്നവർ, let them be possessed with the peace of God. ദൈവത്തിന്റെ സമാധാനം അവർ പ്രാപിക്കട്ടെ. May the children receive God's peace. അവരുടെ മക്കളൊക്കെയും ദൈവ സമാധാനം Let പ്രാപിക്കട്ടെ. them receive God's peace right ഇപ്പോൾ തന്നെ now. ദൈവ സമാധാനം അവർ പ്രാപിക്കട്ടെ. Peace. സമാധാനം, Be peace that passeth all understanding. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം Let it come upon them. അതിപ്പോൾ അവരുടെ മേൽ വരട്ടെ. Whatever they need, അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ supply each and every need right now. ഇപ്പോൾ തന്നെ ഓരോ ആവശ്യം Hallelujah. Shall we all say hallelujah? ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. Believe that you have received whatever you need. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ God പ്രാപിക്കുന്നു. has supplied every need. ദൈവം എല്ലാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. Whether it is a big or small, God has supplied your need. അത് ചെറുതായാലും വലുതായാലും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നിറവേറ്റിയിരിക്കുന്നു. If you believe, you shall see the glory of നിങ്ങൾ God. വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. You will see the glory of നിങ്ങൾ God. ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കും. And now, my brother and sister, ഇപ്പോൾ പ്രിയ സഹോദര സഹോദരി, God is going to bless you with the Holy Spirit. ദൈവം നിന്നെ പരിശുദ്ധാത്മാവിൽ നിന്ന് നിറയ്ക്കുവാൻ പോകുന്നു. And those who want to do ministry, ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹമുള്ളവർ, God will bless you with all the 9 gifts of the Holy Spirit. ദൈവം ഇപ്പോൾ തന്നെ നിങ്ങളെ 9 കൃപാവരങ്ങളുമായി പരിശുദ്ധാത്മാവിനെ The Lord അനുഗ്രഹിക്കും. says, സഹോദരിമാരെ, ask and it shall be given unto you. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും,
Your joy will be full. നിങ്ങളുടെ സന്തോഷം Your സമ്പൂർണ്ണമായി തീരും. joy shall be full. നിങ്ങളുടെ സന്തോഷം പരിപൂർണ്ണമായി How തീരും. many of you want the Holy Spirit? നിങ്ങൾ എത്ര പേർക്ക് പരിശുദ്ധാത്മാവിനെ വേണം? Those who want to be filled with the Holy Spirit as an individual or as a family, will you please stand up wherever you are? വ്യക്തിപരമായി കുടുംബസമേതം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദയവായി നിങ്ങൾ ഇരിപ്പിടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുമോ? God is going to supply this need right now. ഇപ്പോൾ തന്നെ ദൈവം ഈ ആവശ്യങ്ങൾക്ക് Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. Hallelujah. These are the last days. ഇത് അന്ത്യ നാളുകൾ ആകുന്നു. We don't see any love among the people. ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ സ്നേഹം കാണുന്നില്ല. But my brother, my sister, my little children, എന്റെ സഹോദര സഹോദരി പ്രിയ കുഞ്ഞുങ്ങളെ, if you believe Jesus Christ, യേശുവിൽ മുറുകെ പിടിക്കുമെങ്കിൽ He will supply all these needs. കർത്താവ് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി You തരും. will be a different person. നിങ്ങൾ വ്യത്യസ്ത വ്യക്തിയായി തീരും. You will be blessed with the Holy Spirit right ഇപ്പോൾ now. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. Thank you, Father. കർത്താവേ നന്ദി. Hallelujah. 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 Father, bless all your children. ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നു. Bless them with the Holy Spirit right ഇപ്പോൾ now. പരിശുദ്ധാത്മാവിനെ നൽകുന്നു. Fill each one of them. എല്ലാ സമ്മാനത്തോടിരിപ്പേൻ. And also with the 9 gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന് 9 കൃപാവരങ്ങളെ Use നൽകുന്നു. every one of them. നിങ്ങൾ അത് പ്രാപിക്കുന്നു. Individually or as a family. നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പ്രാപിക്കുന്നു. Bless them, Lord. ഒരു അനുഗ്രഹിക്കണം കർത്താവേ. Lay the mighty hand upon your children. ആരായാലും കർത്താവിനെ അനുഗ്രഹിക്കണമേ. Let them be blessed abundantly. സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടട്ടെ. Hallelujah. ഹല്ലേലൂയ. Thank you, Father. പിതാവേ നന്ദി. Make them shine for your glory. അങ്ങയുടെ മഹത്വത്തിനായി അവർ ശോഭിക്കും. We give you all the glory, Father. പിതാവേ ഞങ്ങൾ എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.